നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. T20 വേൾഡ് കപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളുടെ ഹെഡ് ടു ഹെഡ് റെക്കോർഡ് എടുത്താൽ 7-1 നമ്മൾ ഏറെ മുന്നിലാണ്. അത് 8-1 സമയമായിരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് സൂര്യകുമാർ യാദവ് ആൻഡ് അവർ ടീം. അതാണ് ഇപ്പോൾ ഓരോ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമിക്കും പറയാനുള്ളത്. ഇന്ന് ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും വലിയ റിവൽറി ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ. ആ മത്സരം കൊളംബോയിൽ പ്രേമദാസ സ്റ്റേഡിയത്തിൽ നടക്കുകയാണ്. ടിക്കറ്റ് സോൾഡ് ഔട്ടാണ്. ഇന്ത്യയിലല്ല കളി, പാകിസ്ഥാനിലല്ല കളി. ഒരു ന്യൂട്രൽ വെന്യൂവിൽ നടക്കുന്ന മത്സരം, ഇന്ത്യ പാകിസ്ഥാൻ മത്സരം. ആ മത്സരത്തിന് ടിക്കറ്റ് സോൾഡ് ഔട്ടാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എത്രത്തോളം ക്രിക്കറ്റ് ലോകം ഈ ഒരു കളി ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ഇരിക്കുകയാണ് എന്ന്. മത്സരത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇന്ത്യൻ ടീമിൽ എന്തെങ്കിലും മാറ്റമുണ്ടാവുമോ, പാകിസ്ഥാൻ ടീമിൽ മാറ്റമുണ്ടാവുമോ, ഇങ്ങനെയുള്ള ടീം ന്യൂസുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ആദ്യം രണ്ട് ടീമിൻ്റെയും സമീപകാലത്തെ ഫോം ഒന്ന് നോക്കിയാൽ അവസാനത്തെ 5 മത്സരങ്ങൾ കളിച്ചതിൽ ഇന്ത്യ 4 കളികൾ വിജയിച്ചു, 1 പരാജയപ്പെട്ടു, ന്യൂസിലാൻഡിനോടുള്ള പരാജയം. അതുപോലെ പാകിസ്ഥാൻ അവസാനമായി കളിച്ച 5 കളികളും വിജയിച്ചിട്ടുണ്ട്. 2 ടീമും നല്ല ഫോമിലാണ് കളിക്കാൻ ഇറങ്ങുന്നത് എന്നർത്ഥം. 2 ടീമിലും കുന്തമുനകളാവാൻ പോകുന്ന താരങ്ങളുണ്ട്. ഹാർദിക് പാണ്ഡ്യ തന്നെയാണ് നമ്മുടെ ക്ലച്ച്. നമുക്കറിയാം അത് T20 വേൾഡ് കപ്പിലാവട്ടെ പ്രധാനപ്പെട്ട മത്സരങ്ങളിലാവട്ടെ വിക്കറ്റുകൾ വീഴുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് റൺ ഒഴുകും. അതുപോലെ ആവശ്യഘട്ടങ്ങളിൽ വിക്കറ്റുകളുമായിട്ട് അദ്ദേഹം പന്തെടുക്കുകയും ചെയ്യും. നോക്കുക, ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ നമീബിയക്കെതിരെ മികച്ച പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് വരുന്നത് നമ്മൾ കണ്ടു. അത് അദ്ദേഹം തുടരും ഇന്നും പാകിസ്ഥാനെതിരെ എന്ന് തന്നെ കരുതണം. പിന്നെ അഭിഷേക് ശർമ്മ അദ്ദേഹത്തിൻ്റെ അസുഖം മാറി മടങ്ങിയെത്തുന്നുമുണ്ട്. സോ ഇന്ത്യൻ ടീമിന് ഫയർ പവർ വേണ്ടുവോളമുണ്ട്. പാകിസ്ഥാൻ്റെ ഭാഗത്താണെങ്കിൽ ഷാഹിബ് സാദ ഫർഹാൻ ഫോമിലുണ്ട് എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. ഇന്ത്യക്കെതിരെ ഏഷ്യ കപ്പിലൊക്കെ മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ക്രിക്കറ്റ് നിരീക്ഷകർ എടുത്തു പറയുന്നത് ജസ്പ്രീത് ബുംറയ്ക്കെതിരെ റിലേറ്റീവ്ലി കാമായിട്ട് അദ്ദേഹം കളിക്കുന്നു എന്നുള്ളതാണ്. ബുംറയ്ക്കെതിരെ 150 സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം ബാറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഏഷ്യ കപ്പിൽ ഒരിക്കൽ പോലും അദ്ദേഹം ബുംറയ്ക്ക് വിക്കറ്റും കൊടുത്തിട്ടില്ല. ബുംറയെ ഒരു T20 ഗെയിമിൽ 3 സിക്സറുകൾ അടിച്ചു. അങ്ങനെ മറ്റാരും ബുംറയ്ക്കെതിരെ അടിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ ഇങ്ങനെ ഉയർത്തി കാണിക്കാൻ വേണ്ടി ക്രിക്കറ്റ് നിരീക്ഷകർ പറയുന്നുണ്ട്. ഏതായാലും അദ്ദേഹമാണ് അവരുടെ മുൻനിരയിലെ ഫയർ പവർ. ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നുള്ളത് കണ്ടറിയണം. ബാബർ അസമിനെ അവർ നിലനിർത്തുമോ, അതല്ല മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ, അതൊക്കെ ചോദ്യമാണ്. ഏതായാലും അത് നമുക്ക് ഇന്ത്യയുടെ ടീം ന്യൂസ് ഒന്ന് നോക്കാം. ഇന്ത്യയുടെ ടീം ന്യൂസ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അഭിഷേക് ശർമ്മ മടങ്ങിയെത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെ നല്ല രൂപത്തിൽ തന്നെ പ്രാക്ടീസിങ് നടത്തിയിട്ടുണ്ട്. പാകിസ്ഥാനെതിരെ കളിക്കാൻ അദ്ദേഹം സജ്ജനാണ്. അതിനർത്ഥം സഞ്ജു സാംസണിന് ഈ മത്സരത്തിൽ അവസരം ലഭിക്കില്ല എന്ന് തന്നെയാണ്. കാരണം ഇഷാൻ കിഷൻ വീണ്ടും ഫോമിലാണ്. സോ ഇഷാൻ കിഷനെ മാറ്റാനൊന്നും പോകുന്നില്ല. അഭിഷേക് മടങ്ങിയെത്തുമ്പോൾ സഞ്ജു സാംസൺ പുറത്താകും എന്നാണ് ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നത്. പിന്നെ ശ്രീലങ്കയിലാണ് കളി. അതുകൊണ്ടൊരു സ്പിൻ ബൗളറെ കൂടി ആഡ് ചെയ്യാൻ ഇന്ത്യൻ ടീമിൻ്റെ മാനേജ്മെൻറ്റ് ചിന്തിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അവിടുത്തെ പിച്ചിൻ്റെ സ്വഭാവം അതാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ഹർഷ്ദീപ് സിംഗിനെ പുറത്തിരുത്തി വാഷിംഗ്ടൺ സുന്ദറയോ അല്ലെങ്കിൽ കുൽദീപ് യാദവിനെയോ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. വാഷിംഗ്ടനാണ് വരുന്നതെങ്കിൽ ബാറ്റിങ്ങിനൊന്നുകൂടി പവർ കൂടും. അതേസമയം കുൽദീപാണ് പാകിസ്ഥാന് ബുദ്ധിമുട്ടുണ്ടാക്കാൻ കെൽപ്പുള്ള ബൗളർ എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തെ കളിപ്പിക്കാൻ തന്നെയാണ് കൂടുതൽ സാധ്യത. അപ്പോൾ ഇന്ത്യയുടെ ഒരു പ്ലേയിങ് 11 നമ്മൾ നോക്കുകയാണെങ്കിൽ ഇഷാൻ കിഷൻ, അഭിഷേക് ശർമ്മ, തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, ശിവൻ ദ്യൂബെ, റിങ്കു സിംഗ്, അക്സർ പട്ടേൽ, കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി, ജസ്പ്രീത് ബുംറ. ഈ 11 കൊണ്ട് ഇന്ത്യ ഇറങ്ങാനാണ് സാധ്യത. പാകിസ്ഥാൻ്റെ ഭാഗത്ത് മിഡിൽ ഓർഡറിൽ അവർ ബാബർ അസമിനെ നിലനിർത്താൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ അദ്ദേഹം മോശമല്ലാതെ കളിച്ചിട്ടുമുണ്ട്. അപ്പോഴും ഒരു പോസിബിലിറ്റി ഫക്കർ സമാനെ തിരികെ കൊണ്ടുവരാനാണ്. അങ്ങനെ ഫക്കർ സമാനെ തിരികെ കൊണ്ടുവരികയാണെങ്കിൽ ഉസ്മാൻ ഖാനെ മാറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വിക്കറ്റ് കീപ്പറായിട്ട് ഫർഹാൻ നിൽക്കേണ്ടിയും വരും. പക്ഷേ ഒരു വലിയ മാറ്റം ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അവർ മോശമല്ലാത്ത രൂപത്തിൽ കളിച്ചു പോകുന്നുണ്ട് എന്നുള്ളതുകൊണ്ട്. അപ്പോൾ പാകിസ്ഥാൻ്റെ ഒരു പ്രോബിൾ 11 ഷാഹിബ് സാദ ഫർഹാൻ, സൈം അയ്യൂബ്, സൽമാൻ അലി ആഗ, ബാബർ അസം, ഷദബ് ഖാൻ, ഉസ്മാൻ ഖാൻ ഓർ ഫക്കർ സമൻ, ദെൻ മുഹമ്മദ് നവാസ്, ഫഹീം അഷ്റഫ്, ഷഹീൻ ഷാ അഫ്രീദി, ഉസ്മാൻ താരിഖ്, അബ്രാർ അഹമ്മദ്. അപ്പോൾ ഏതായാലും 2 ടീമും സജ്ജമാണ്. T20 വേൾഡ് കപ്പിൽ നമുക്ക് 7-1 ലീഡാണ് ഇതുവരെയുള്ള കളികളിലെ കണക്ക്. അതിന്ന് 8-1 ആവുമെന്ന പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.